ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അഭി നന്ദൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഒരു വിശേഷപ്പെട്ട ഒരു വീഡിയോ ആണ്, ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ടാളും കൂടി എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പം അഭിക്ക് പിറന്നാളിനൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്, അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എന്താ സാധനം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ചേച്ചി അബിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങി കൊടുത്തതാണ് കേട്ടോ, ഷർട്ട്. അപ്പം അബീൻ്റെ പിറന്നാളിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്ത് അത് ഞങ്ങൾ വല്ലാതെ ഒന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങി മുറിക്കുന്ന വീഡിയോ ആണ് അന്നിട്ടത്. അപ്പോൾ ആ ചേച്ചി നമ്മളെ വീഡിയോസൊക്കെ ഡെയിലി കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പം എന്നോട് നമ്പറൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അനീഷേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടോ. അങ്ങനെ ചേച്ചി നമ്പറിലേക്ക് വിളിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിവരമൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം ആണ് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ അബിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സബ്സ്ക്രൈബറും കൂടിയാണ് ചേച്ചി കുറച്ച് അകലെയാണ് കേട്ടോ. അപ്പം ചേച്ചിക്ക് ഇങ്ങനെ പേര് പറഞ്ഞിട്ടൊന്നും ഫേമസ് ആവാനൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചേച്ചീൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല. ചേച്ചിക്ക് അതിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എന്തായാലും അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങൾ അബിക്ക് ഷർട്ട് അങ്ങനെയുള്ള സാധനമെങ്കിലും വാങ്ങലുണ്ട് കേട്ടോ പിറന്നാളിനൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അതൊന്നും പറ്റിയിട്ടില്ല. കാരണം സത്യമായിട്ടും പറയുകയാണെങ്കിൽ അനീഷേട്ടനും പണിയുണ്ടായിട്ട് കുറേ ദിവസമായിട്ടോ. അതിൻ്റെ ഇടയിലാണ് അബീൻ്റെ പിറന്നാളും വന്നത്. അപ്പോൾ ആ എല്ലാ സാഹചര്യം കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് തീരെയിലൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓനും അത് സങ്കടമായി, ഞങ്ങൾക്കും സങ്കടം തന്നെ കേട്ടോ. പക്ഷെ ഓനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അത് വേണമെന്നോ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടുന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം ചേട്ടൻ പിന്നെ എപ്പോഴെങ്കിലും ഓന് വാങ്ങി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഞാനും പറഞ്ഞു ഇവർക്ക് പൈസ ഉണ്ടാകുമ്പോൾ അബിക്ക് വാങ്ങി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിന്നതൊക്കെ. അല്ലെങ്കിൽ അമ്മയെങ്കിലും ഓന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുന്നതാണ്. ഇപ്പം അമ്മയ്ക്ക് വയ്യാത്തൊരു സാഹചര്യമൊക്കെ കൂടി ആയതുകൊണ്ടാണ് അമ്മയ്ക്കും അത് വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഓനത് ഭയങ്കര സന്തോഷമായി. ഞാൻ വന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളിവിടെ ഇല്ല, ഇനി ചേച്ചീൻ്റെ വീട്ടിൽ പോയതായിട്ട് ഇന്നലെ. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി ഓന്. എന്തായാലും ഞാൻ അബീനോടും കൂടി ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ, ഓന് സന്തോഷമായോ ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓൻ്റെ അഭിപ്രായം കൂടി എന്താണെന്നൊന്ന് അറിയണ്ടേ. അപ്പോൾ ആ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നതിൽ എന്താ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കൊടുക്കുമോനെ? എന്തായി, ഇഷ്ടപ്പെട്ടോ? ഷർട്ട് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പം ഷർട്ട് ആരും എന്താ പറയുക, ഓനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പം അത് കിട്ടിയപ്പോൾ ഓന് ഭയങ്കര സന്തോഷമായി എന്നാവും പറയുന്നത്. പിന്നെ നന്ദു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നന്ദുവിൻ്റെ പിറന്നാളായിട്ടില്ല, മാർച്ചിലാണ്. അപ്പോൾ അന്നേക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് കിട്ടിയതിൽ ഓൻ ഭയങ്കര സന്തോഷത്തിലാണല്ലേ, ഹാപ്പിയാണ്. അപ്പോൾ ഇനി അത് എന്താണെന്ന് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സംഭവം ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഇന്നലെ രാത്രിയിലാണ് കേട്ടോ അത് പോയിട്ട് എടുത്തതൊക്കെ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ എടുക്കാൻ പോയപ്പോൾ ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയുന്നത് രാത്രിയിൽ തന്നെ ആയപ്പോൾ ഷോപ്പിലൊക്കെ കുറച്ച് ഒരു ഏകദേശം കട പൂട്ടാനൊക്കെ ആയ ഒരു സമയം കേട്ടോ. അപ്പോൾ എല്ലാം തിരക്കിട്ട് എടുത്തേക്കണ സമയമാണ്. അപ്പോൾ ഞങ്ങൾ വേഗം ഒരു ഷർട്ട് ഓന് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം അത് കാണിച്ചു തരാം കേട്ടോ. ഗിഫ്റ്റ് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. ഓന് ഭയങ്കര സന്തോഷം കേട്ടോ. സത്യം പറയുക ഇന്ന് ഇത് പൊളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആൾക്ക്. നല്ല എന്താന്നൊക്കെ നമ്മളെ പാപ്പു നോക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് പാപ്പുവിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ് പാപ്പു നോക്കി നിൽക്കുന്നത്. എന്താ ഷർട്ടാണ് കേട്ടോ അവിക്ക്, നല്ല അടിപൊളി ഒരു ഷർട്ടാണേ. അപ്പം ഓന് നല്ലൊരു ഗിഫ്റ്റായിട്ടാണിത് കിട്ടിയതൊക്കെ. അപ്പോൾ ഇതാണ് ആ ഷർട്ട്, നേരത്തെ കണ്ട പോലെ. അതിൻ്റെ ഇടയിൽ പാപ്പുമോളെ വിക്രസ് കൊണ്ട് ഞങ്ങളത് കൂട്ടിൽ കൊണ്ടുപോയിടാൻ പോയിട്ട് ആളെ. അപ്പോൾ ഓന് നല്ല ഇഷ്ടമായിന് കേട്ടോ, ഷർട്ട് ഇഷ്ടമായില്ല മോനെ. അപ്പോൾ ഇനി അതൊന്ന് ഇട്ട് കാണിച്ചു കൊടുക്കണേ. നല്ലൊരു അടിപൊളി ഷർട്ട് കേട്ടോ. അപ്പോൾ ഇനി അബിയൊന്ന് ഇട്ട് വരട്ടെ, അതൊന്ന് കാണാം എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ഷർട്ട് ഇട്ട് നോക്കിയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ സംഭവം. നല്ല പാകത്തിനൊരു ഷർട്ടൊക്കെയാണ് കിട്ടിയത്. ഓന് നല്ല ഇഷ്ടമായി. ഇപ്പോൾ ഷർട്ടിന് നല്ല പൂക്കളൊക്കെയാണ് കേട്ടോ സംഭവം. അപ്പോൾ ഓന് ഇഷ്ടമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓന് കളിക്കാൻ പോകാനുള്ളൊരു തിരക്കിലൊക്കെയാണ് കേട്ടോ ഓനിത് വന്ന് ഇട്ട് നോക്കിയതൊക്കെ. അപ്പോൾ ഇനി കളിക്കാൻ പോവല്ലേ. അപ്പം ആ ചേച്ചീനൊക്കെ വളരെയധികം നന്ദിയുണ്ട് അല്ലേ. ഓന് ചിരിച്ചിട്ട് പോയി കേട്ടോ. ഓന് ഭയങ്കര നാണാണ്.
ഇപ്പം കളിക്കാൻ പോകാനുള്ള തിരക്കിലായതുകൊണ്ട് തന്നെ വേഗം ഷർട്ടൊക്കെ ഇട്ട് ഊരി തന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക വെച്ചാൽ നന്ദുവിനും സന്തോഷമായില്ലേ, കണ്ടോ നന്ദുവിനും സന്തോഷമായിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് കിട്ടിയ രണ്ടാമത്തെ ഒരു ഗിഫ്റ്റാണ് ഇട്ടത്. സത്യത്തിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് അബിക്ക് കിട്ടിയ ഗിഫ്റ്റ്. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പനിച്ച് കിടക്കും പിന്നെ ആ ഒരു സമയത്ത് ഒരാൾ അപ്രതീക്ഷിതമായിട്ട് സഹായിച്ചെന്ന് കേട്ടോ. എനിക്ക് സുഖമില്ലാതെ കിടക്കുമ്പോൾ എനിക്ക് അങ്ങനെ സത്യമായിട്ടും ആളെ പേരൊന്നും ഞാൻ പറയില്ല, അത് ഒരിക്കലും തീരെ അങ്ങനെ താല്പര്യമില്ല കേട്ടോ. പുറമെ അറിയണതിനോടൊന്നും താല്പര്യമില്ല. അപ്പോൾ ആളും എനിക്ക് പൈസ ഒക്കെ അയച്ചു തന്നിട്ട് ആശുപത്രിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്നെ സഹായിച്ചിട്ടോ. അപ്പോൾ അതും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പോൾ. അപ്പോൾ അതും കുറച്ച് ദൂരമുള്ളൊരു ചേച്ചിയാണ്. ഒരുപാട് സന്തോഷമാണ് കേട്ടോ ആ ഒരു കാര്യത്തിലൊക്കെ. അപ്പോൾ എന്താ പറയുക, അത് ഭയങ്കര ഒരു സാഹചര്യത്തിലാണ് ആ ചേച്ചി എനിക്ക് അങ്ങനെ ഒരു സഹായം തന്നത് കേട്ടോ. അത് വലുതോ ചെറുതോ ഒന്നും ഞാൻ പറയണില്ല, എങ്ങനെയാണെന്നൊന്നും പറയണില്ല കേട്ടോ. പോൾക്ക് അങ്ങനെയൊന്നും പറയുന്നതിനോട് അങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. എന്തോ പണ്ടുള്ളവർ പറയില്ലേ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന്, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഉള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം നമ്മളെ ഇത് ചെയ്തവരൊക്കെ. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമ്മളെ സാഹചര്യങ്ങളും വിഷമങ്ങളും ഒക്കെ അറിഞ്ഞിട്ടാണ് അവരത് ചെയ്തത്. നമ്മൾ ആരോടും ചോദിച്ചിട്ടോ ഒന്നുമല്ല കേട്ടോ. അത് കണ്ട് അറിഞ്ഞ നമ്മളെ കാര്യങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഗിഫ്റ്റ് തന്നുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം, എന്താ പറയുക. അപ്പം ഈ ഷർട്ടിൻ്റെ ഒരു രൂപമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. കാര്യമായിട്ട് പറയാച്ചാൽ അതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ. അപ്പം എന്നെ അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അതാ ഷർട്ടൊക്കെ മടക്കി വെച്ചിട്ടാട്ടോ നന്ദുമോള് ഉഷാറാക്കി വെച്ചതാണ്. ഓന് പോവാനുള്ള തിരക്കാണ്, കളിക്കാൻ പോകാനായി. അപ്പോൾ അത് ഞങ്ങൾ മണ്ണൂർ വളവിൽ തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ട്രെൻഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെഡിമെയ്ഡ് ഷോപ്പാണ്. നല്ല അടിപൊളി വസ്ത്രത്തിൻ്റെ കളക്ഷനൊക്കെയാണ് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ഒരു അടക്കൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അതാണ് നമ്മളെ വീഡിയോയിൽ കാണുന്നത്, പാപ്പ് എടുത്ത് വെച്ചതാണത്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഷോപ്പാണ്. ഇപ്പോൾ നല്ല കളക്ഷനാണ് അവിടെ. ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ നല്ല കളക്ഷനാണ്. കിഡ്സിൻ്റെതും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ടോ കാണാനായിട്ട്. അപ്പോൾ ഓന് നല്ല ഇഷ്ടപ്പെട്ടതാണിത്. അപ്പം പിന്നെ അതന്നെ ഞങ്ങൾ വാങ്ങി. ചേച്ചി പറഞ്ഞത് ഓന് ഇഷ്ടപ്പെട്ട ഷർട്ട് വാങ്ങിക്കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് വാങ്ങിക്കൊടുത്തിട്ടോ. അപ്പോൾ എന്താ പറയുക, കൂടുതലായിട്ട് എന്താ പറയുകയെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാൻ കിട്ടാഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പം ഒരുപാട് പേര് സ്നേഹിക്കാനില്ലെങ്കിലും നമ്മളെ കുറച്ച് പേരൊക്കെ സ്നേഹിക്കാനുണ്ട് കേട്ടോ. അപ്പം അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതാ ഷർട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.